4 ദിവസമായി കുടിവെള്ളം മുടങ്ങിയതിനെ തുടർന്ന് കാളിപ്പാറ ജല അതോറിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ ഉപരോധിച്ചു. വാർഡംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ജല അതോറിറ്റി പമ്പിംഗ് ഓഫീസ് ഉപരോധിച്ചത്. നെയ്യാറ്റിൻകരയിലും കള്ളിക്കാടും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളം മുടങ്ങിയതോടെയാണ് കള്ളിക്കാട് കാളിപ്പാറ കുടിവെള്ള പദ്ധതിയുടെ പമ്പിംഗ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തിയത്. മോട്ടോർ കത്തിപ്പോയതിനെ തുടർന്നാണ് കുടിവെള്ളം നിലച്ചതെന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അറിയിച്ചു. എറണാകുളത്ത് നിന്നുള്ള സാങ്കേതിക വിദഗ്ധർ എത്തി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്നും ഇവർ പറഞ്ഞു. എന്നാൽ കുടിവെള്ളം ലഭ്യമാകാതെ തങ്ങൾ പിരിഞ്ഞു പോകില്ലെന്ന് കോൺഗ്രസ് വാർഡംഗങ്ങൾ അറിയിച്ചു. രാത്രിയോടെ അറ്റകുറ്റപ്പണികൾ നടത്തി കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പ് നൽകിയതോടെയാണ് ഇവർ പിരിഞ്ഞു പോയത്. ഉയർന്ന പ്രദേശങ്ങളിൽ നാളെ രാവിലെയോടെ മാത്രമേ വെള്ളം എത്തുകയുള്ളൂ. ശുദ്ധജല കുടിവെള്ള പദ്ധതി ഇന്ന് 4 ദിവസങ്ങൾ കൊണ്ട് പ്രവർത്തനരഹിതമാണ്. 26-ാം തീയതി രാവിലെ മുതൽ ഇതെന്താണ് പ്രശ്നമെന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ ഉച്ചയ്ക്ക് വൈകിട്ട് ഇപ്പോൾ ശരിയാവും എന്നുള്ള മറുപടികളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ പറയുന്നത് ഇവിടുത്തെ ട്രാൻസ്ഫോമർ കംപ്ലൈൻ്റ് ആണ്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഫിൽട്ടർ കംപ്ലൈൻറ്റ് പരിഹരിച്ച ഉടൻ ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ള മറുപടികൾ കിട്ടുന്നു. ഇപ്പോൾ ചെയ്യുമെന്ന് പറയുന്നതല്ലാതെ ഇതിനൊരു പരിഹാരം വരുന്നില്ല. പൊതുജനങ്ങൾ നിരന്തരം മുന്നറിയിപ്പില്ലാതെ കുടിവെള്ളം നിർത്തിയപ്പോൾ പൊതുജനത്തിന് ഇത് വലിയ ഒരു ബുദ്ധിമുട്ടായി മാറി. വെള്ളം ശേഖരിക്കാൻ കഴിയാതെ വന്നതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങളൊന്നും നടക്കാതെ വരുന്നു. പലരും സ്വന്തമായി കിണറുകളില്ലാത്തവരാണ്. അവർ ഈ കാളിപ്പാറ ശുദ്ധജല പദ്ധതിയുടെ വെള്ളത്തിനെയാണ് ആശ്രയിക്കുന്നത്. കുളിക്കാനും കുടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും ഈ വെള്ളത്തിനെ ആശ്രയിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള ഈ 3-4 ദിവസം വെള്ളം കിട്ടാതെ വന്നത് വലിയ ദുരന്തവുമായിരിക്കുകയാണ്. ബന്ധപ്പെട്ട അധികാരികൾ ഇതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇതിനൊരു പരിഹാരം കാണാൻ തയ്യാറാവാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇത് സ്വാഭാവികമായും ഒരു അനാസ്ഥയാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഈ കാണിക്കുന്ന അനാസ്ഥ, ഇലക്ട്രിക് തകരാറായാലും ട്രാൻസ്ഫോമറിൻ്റെ മിസ്റ്റേക്ക് ആണെങ്കിൽ പോലും അത് ഇത്രയും സമയം എടുക്കേണ്ടി വരുമോ? അത് കണ്ടുപിടിക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥരില്ലേ? 3-4 ദിവസം എടുത്തേ ഒരു പ്രശ്നം കഴിയൂ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാളിപ്പാറ ശുദ്ധജല പദ്ധതി തുടങ്ങിയിട്ട് 10-15 വർഷമായി. പക്ഷെ ഇത്രയും ദയനീയമായ ഒരു അവസ്ഥ ഈ കഴിഞ്ഞ 3 നാളുകൾ കൊണ്ടാണ് ഉണ്ടായത്. നേരത്തെ മണ്ഡലം പ്രസിഡന്റ് പറഞ്ഞതുപോലെ ജീവന്റെ ആധാരമായ ജലം അത് കിട്ടിയില്ല എങ്കിൽ ജനം പ്രതികരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. അതാണ് ഈ നെയ്യാറ്റിൻകര താലൂക്കിലുള്ള വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടുമുമ്പ് തന്നെ ഒരു പാവപ്പെട്ട സ്ത്രീയുടെ ശബ്ദം നിങ്ങളുടെ ഇതില് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. നമുക്കിവിടെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. നേരത്തെ പറഞ്ഞ പോലെ ബന്ധപ്പെട്ട സാധാരണ ഏത് പ്ലാന്റിലായാലും ഇതൊരു പ്രൈവറ്റ് പ്ലാന്റ് ആണെന്ന് വെച്ചോളൂ. നിങ്ങൾ ഒരു പ്രൈവറ്റ് പ്ലാന്റ് ആണെങ്കിൽ ഇങ്ങനെ 4 ദിവസം കിടക്കുമോ, അല്ലെങ്കിൽ 3 ദിവസം കിടക്കുമോ? വളരെ പെട്ടെന്ന് 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂറിനുള്ളിൽ ഒരു പകുതി ദിവസം കൊണ്ട് ഇത് പൂർണ്ണമായി ഇതിന് പരിഹാരം കണ്ട് സാധാരണക്കാരന് വെള്ളം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാവും. ഇത് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമായതുകൊണ്ട് എവിടെയൊക്കെ എന്തൊക്കെ അനാസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ടാണ് മെനഞ്ഞാന്ന് 3 ദിവസത്തേക്ക് മുമ്പേ വെള്ളം പമ്പ് ചെയ്തപ്പോൾ ട്രാൻസ്ഫോമറിന് കേടുവന്നെന്ന് അറിഞ്ഞു. അത് ഇന്നലെ കൊണ്ട് അതിന്റെ കേബിൾ അന്വേഷിച്ച് നടക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കിണറുകളില്ലാത്ത എത്രയോ വീടുകളുണ്ട്, ഉയർന്ന പ്രദേശങ്ങളുണ്ട്. പാങ്കാട് പോലുള്ള, അതുപോലെ പുലിക്കുഴി പോലുള്ള, അതുപോലെ മരക്കുന്നം പ്രദേശങ്ങള്, വ്ളാവട്ടി, അതുപോലെ കുടുക്കക്കാവ്, നെട്ടിക്കാൽത്തേരി തുടങ്ങിയ വള്ളിവേട്ട തുടങ്ങിയ പ്രദേശങ്ങള് വളരെ ദുരിതത്തിലായി പോകും. അവരൊക്കെ ഈ പൈപ്പ് വെള്ളം ആശ്രയിച്ചാണ് അവർ കഴിയുന്നത്.